So what is a rainwater harvesting unit? Rainwater harvesting. വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് ആണല്ലേ ഫ്രം നേച്ചർ. അപ്പൊ നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെള്ളം കിട്ടാതെ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾക്ക് കിട്ടുന്ന വെള്ളത്തിന് നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കണം, നമ്മളതിനെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ടാക്കുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് ഇപ്പോൾ പുതിയ നോംസ് അനുസരിച്ച്, ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ പുതിയ നോംസ് അനുസരിച്ച് ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാനിന് സാങ്ഷൻ കിട്ടത്തില്ല, വീട് വെക്കുന്നതിന് മുമ്പ്. അപ്പൊ ഈ പ്ലാൻ എല്ലാം വരച്ച അവസാനം ഏറ്റവും അവസാനം ബിൽഡിങ്ങിന് പെർമിറ്റ് ഒക്കെ കിട്ടുന്ന ആ സമയത്ത് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് ഉണ്ടോ എന്ന് അവർ വന്ന് നോക്കും. നോക്കിയിട്ട് അതുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സാങ്ഷൻ തരുള്ളൂ. ഇപ്പോൾ പുതിയ വീടിന് അത് മസ്റ്റ് ആണ്, കമ്പൽസറി ആണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ ഇതിനകത്ത് വരയ്ക്കാനുള്ള എന്താണ്, നിങ്ങളുടെ എയിം എന്താണ്? ടു ഡ്രോ ദ പ്ലാൻ ഓഫ് ദ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് ഇൻ അവർ ഹൗസ്. എന്നിട്ട് നിങ്ങൾ അതിന്റെ ലെഫ്റ്റിൽ ഡ്രോയിങ് വരയ്ക്കണം, പ്ലാൻ വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ എഴുതിയിട്ട് ഏറ്റവും അവസാനം റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രോൺ. ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സോ ഈ പ്ലാൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആരും വീടിന്റെ പ്ലാൻ ഒന്നും കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തൊന്നും വരയ്ക്കണ്ട. സോ ദിസ് റെപ്രസെന്റ്സ് ദ പ്ലാൻ ഓഫ് യുവർ ഹൗസ്. ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ with wall thickness. അപ്പൊ this represents the plan of your house. വരച്ചു. എന്നിട്ട് നിങ്ങൾ ഇതിനകത്ത് കിച്ചൺ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. സോ കിച്ചണിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് വരും, ഔട്ട്ലെറ്റ് പൈപ്പ് വരും, എന്ന് വെച്ചാൽ ഡ്രെയിനേജ് പൈപ്പ് വരും. കിച്ചണിലെ സിങ്കിലെന്ന് പുറത്തോട്ടൊരു പൈപ്പ് വരും. പിന്നെ വരുന്നത് ബാത്ത് 1, ബാത്ത് 2. നിങ്ങളത് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് പുറത്തോട്ട് വെള്ളത്തിന്റെ ഒരു പൈപ്പ് വരും. സോ ഈ ഒരു ഡ്രെയിനേജ് പൈപ്പ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് അതും കണക്ട് ചെയ്ത് വെക്കണം. സോ ദിസ് ഇസ് ദ ഡ്രെയിനേജ് വാട്ടർ. ഡ്രെയിനേജ് വാട്ടർ ആണ്, റെയിൻ വാട്ടർ അല്ല, ഡ്രെയിനേജ് വാട്ടർ, ചീത്ത വെള്ളമാണ്. സോ ആ ചീത്ത വെള്ളം എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് നമ്മൾ വരയ്ക്കണം. എന്നിട്ട് ഇവിടുന്ന് സാധാരണ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. ഇവിടെ സെപ്റ്റിക് ടാങ്ക് കാണും. സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സോളിഡ് വേസ്റ്റ് എല്ലാം കൂടെ കളക്ട് ചെയ്യുന്ന സെപ്റ്റിക് ടാങ്ക്. അപ്പൊ അതിനകത്തുള്ള വെള്ളവും എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു പിറ്റ് ഉണ്ടാക്കും. ആ പിറ്റിനകത്താണ്, അതിനാണ് ഡ്രെയിനേജ് വാട്ടർ. എന്നിട്ട് ഈ ഡ്രെയിനേജ് വാട്ടർ ലെവൽ, ഡ്രെയിനേജ് പൈപ്പ് അല്ലെങ്കിൽ ഡ്രെയിനേജ് പിറ്റ് അവിടുന്ന് ഒരു മിനിമം, എല്ലാ സ്ഥലത്തും അത്രയും സ്ഥലം കിട്ടണമെന്ന് കാണത്തില്ല, ഒരു മിനിമം 3 മീറ്റർ അല്ലെങ്കിൽ 15 മീറ്റർ എങ്കിലും. പണ്ടൊക്കെ ആണെങ്കിൽ അത്രയും സ്ഥലമുള്ള സ്ഥലത്ത് അതൊക്കെ ആയിരിക്കും. ഇപ്പൊ നമുക്ക് അതൊന്നും പറ്റത്തില്ല. സോ 3 മീറ്റർ എങ്കിലും മാറിയിട്ട് വേണം നമ്മുടെ വെല്ലിന്റെ പൊസിഷൻ ഓഫ് വെൽ. എന്നിട്ട് ശരിക്കും ഇതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ മുകളിൽ വരുന്ന വെള്ളം, അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുന്ന വെള്ളമെങ്കിലും നമ്മൾ പുറത്തോട്ട് ഒഴുക്കി കളയാതെ നമ്മൾ അതിനകത്ത് തന്നെ, നമ്മുടെ ഭൂമിയിലോട്ട് തന്നെ അതിനെ പറഞ്ഞു വിടുകയാണ് ആ വെള്ളത്തിനെ. അപ്പൊ ആ വെള്ളത്തിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിച്ച് നിർത്തും. സോ സാധാരണ വെല്ലിനടുത്താണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് കൊടുക്കുന്നത്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ്. അപ്പൊ നമ്മളൊരു ചെറിയൊരു പിറ്റ് എടുക്കും. ആ പിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2 മീറ്റർ ബൈ 2 മീറ്റർ ഡെപ്ത്, അത് മതി. എന്നിട്ട് ഈ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ഈ മുകളിൽ നമ്മുടെ റൂഫിൽ വരുന്ന വെള്ളത്തിന് നമ്മൾ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ സ്ഥലത്ത് ഒരു റെയിൻ വാട്ടറിന്റെ പൈപ്പ് കൊടുക്കും. എന്നിട്ട് അത് താഴോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ ഇതിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ. സോ ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് പോർട്ടബിൾ എന്ന് വെച്ചാൽ എന്താണ്? പോർട്ടബിൾ വാട്ടർ, POT. പോർട്ടബിൾ എന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ റെയിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താണ്, ഏറ്റവും നല്ല ശുദ്ധമായ ജലമാണ്. അപ്പൊ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്താൽ മാത്രം മതി. ഫിൽട്ടറിങ് എന്ന് പറയുമ്പോൾ
ഇവിടെ കുറച്ച് റബിൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കല്ല്, അത് കഴിഞ്ഞ് താഴെ സാൻഡ് കുറച്ചുകൂടെ ചെറുത്. അപ്പൊ ഈ മുകളിൽ ഈ വരുന്ന വെള്ളം മുകളിൽ ഉള്ള ഈ റബിൾസ് വലിയ അഗ്രിഗേറ്റ് വഴി അരിച്ചിട്ട് അത് താഴോട്ടിറങ്ങും. പിന്നെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഡയറക്റ്റ്ലി അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തീരെ വെള്ളം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ ആ വെള്ളത്തിനെല്ലാം കൂടെ, ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒട്ടും മഴ കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവും, ഒട്ടും വെള്ളം ഇല്ലാത്ത സ്ഥലം, ഗ്രൗണ്ട് വാട്ടർ ഒത്തിരി താഴെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഈ മഴ കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആൾക്കാർ വലിയ പിറ്റ് ഉണ്ടാക്കും. എന്നിട്ട് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കും വെള്ളത്തിന്. എന്നിട്ട് അത് ആവശ്യമുള്ളപ്പോൾ അത് പമ്പ് ചെയ്ത് യൂസ് ചെയ്യും, ഡയറക്റ്റ്ലി യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അരിപ്പ എന്ന് വെച്ചാൽ നമ്മൾ അരിച്ച് വേണം അതിനകത്തോട്ട് കൊണ്ടുപോകാൻ. ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഈ റബിൾസ് വഴി അരിച്ചിട്ട് തൊട്ട് താഴെ സാൻഡ് വഴി അരിച്ച്, അപ്പൊ ഫുള്ളി അതങ്ങ് നന്നായിട്ട് അത് ശുദ്ധമായിട്ട് വരും, ക്ലിയർ വാട്ടർ വരും. എന്നിട്ട് അതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, കോൺക്രീറ്റ് ടാങ്കിലോ അങ്ങനെ വല്ലതും സ്റ്റോർ ചെയ്ത് വെക്കാം. അതല്ല നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ മുകളിൽ വരുന്ന റൂഫിൽ വരുന്ന വെള്ളത്തിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു പൈപ്പ് മാത്രം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തൂടെ വീണ്ടും ഒരു പൈപ്പ് കൂടെ ഇടും. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് ഇതിനകത്ത് ഒരുമിച്ച് കൊണ്ടുപോയി ഈ മഴക്കുഴി ഇതിനകത്ത് ഇടും. എന്നിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണ്, ഈ വെള്ളം താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ കിണറിനത് ഒരു റീചാർജ് കൊടുക്കും, റീചാർജ് ടു ദ വെൽ. അപ്പൊ നമുക്ക് വെള്ളം എപ്പോഴും കിട്ടും. നമ്മൾ ആ മഴവെള്ളം താഴോട്ട് നമ്മുടെ ഭൂമിയിലോട്ട് തന്നെ അതിനെ വിട്ടു കഴിഞ്ഞാൽ, ഇപ്പൊ പുരയുടെ ഒക്കെ കുറച്ചുകൂടെ ഏരിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ വെള്ളം എല്ലാം പോകുന്നു എന്നുള്ളത് കാണിച്ചാൽ മതി, ഈ മുകളിൽ വരുന്ന വെള്ളം ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പൊ നമ്മുടെ പുരയിടത്ത് തന്നെ അതുണ്ടെങ്കിൽ നമ്മുടെ കിണറിന് തന്നെയാണ് അത് ഏറ്റവും നല്ലത് റീചാർജ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ജസ്റ്റ് യു ഡ്രോ ദ പ്ലാൻ. നിങ്ങളുടെ പ്ലാൻ നിങ്ങൾ അളന്നൊന്നും വരയ്ക്കണ്ട, വെറുതെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് നിങ്ങളുടെ പ്ലാൻ ആണെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് കിച്ചണിലെ വെള്ളവും പിന്നെ ബാത്തിലെ വെള്ളവും, അപ്പൊ അതെല്ലാം വേസ്റ്റ് വാട്ടർ ആണ്. സോ ദാറ്റ് വേസ്റ്റ് വാട്ടർ അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു പിറ്റ്, ഡ്രെയിനേജ് പിറ്റ് അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കുറെ നല്ല മാറിയിട്ടാണ് നമ്മുടെ വെൽ. ദിസ് റെപ്രസെന്റ്സ് യുവർ വെൽ. എന്നിട്ട് ആ വെല്ലിനടുത്ത് മഴക്കുഴി, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ്. എന്നിട്ട് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് നമ്മൾ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കും. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകണം, അത്രേ ഉള്ളൂ. നിങ്ങൾ വലുതാവുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കാര്യം, ഒരു ഐഡിയ ഉണ്ടാവണം, അതിനു വേണ്ടിയാണ്. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇതുപോലെ ഈ റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ വേണമെങ്കിലും വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കും? ഇപ്പൊ ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ വറി ചെയ്യണ്ട, ഇങ്ങനെ ഒരു സാധനം എവിടെയെങ്കിലും കാണും. അപ്പൊ ഇല്ലെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും ആ ഒരു വെല്ലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാട്ടർ ടാങ്ക് എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ, അപ്പൊ അതിനടുത്തായിട്ട് നമ്മൾ അതിനെ വെറുതെ ഒന്ന് ജസ്റ്റ് വരച്ച് കാണിച്ചിരുന്നാൽ മതി. ഓക്കെ, ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ മൊത്തം നമ്മൾ കളയാതെ എല്ലാം ഉപയോഗിക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഭൂമിയിലോട്ട് തന്നെ അത് പറഞ്ഞു വിടുന്നു. റീചാർജ് ടു ദ വെൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾ കാണിച്ചാൽ മതി. അപ്പൊ ഇനി ഇങ്ങനെ വേണമെങ്കിലും കാണിക്കാം. ഞാൻ ഈ പറഞ്ഞതുപോലെ റബിൾസ് ഒക്കെ ഇട്ട്, നമ്മുടെ കുഴി എന്ന് പറഞ്ഞാൽ നല്ല ഇവിടെ മുകളില് വലിയ വലിയ റബിൾസ്, കുറച്ചുകൂടെ സൈസ് കൂടിയത്. എന്നിട്ട് താഴോട്ട് വരുമ്പോഴേക്ക് സൈസ് കുറയും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് കുറച്ചുകൂടെ ഫൈനർ സാധനങ്ങൾ. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് മുകളിൽ നിന്ന് വെള്ളം വരുമ്പോഴേക്കും എന്നിട്ട് അതിനെ നമ്മൾ ഇങ്ങോട്ടാണ് കണക്ട് ചെയ്ത് വിടുന്നത് ആ വെള്ളത്തിനെ. അപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യത്തെ വലിയ വലിയ പാർട്ടിക്കിൾസ്, ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഇവിടെ അരിച്ചു പോകും. അത് കഴിഞ്ഞ് ജസ്റ്റ് താഴോട്ട് വരും. അങ്ങനെ അത് മൊത്തം ക്ലീൻ ആയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് താഴെ വെള്ളം ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സിംഗിൾ റൂം പോരാ? ഏത്? സിംഗിൾ റൂം മതി മതി മതി, സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇടണ്ട. പക്ഷെ കിച്ചൺ കാണിക്കണം, പിന്നെ ബാത്റൂമിൽ നിന്ന് വേസ്റ്റ് വാട്ടർ വരും. അപ്പൊ അതും ഒന്ന് കാണിക്കണം. ബാത്ത് 1, 2 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നാൽ മതി. എല്ലാ ബാത്റൂമും കറക്റ്റ് ആയിട്ടൊന്നും കാണിക്കണ്ട. 5 ബാത്റൂം ഉണ്ടെങ്കിൽ അതൊന്നും കാണിക്കണ്ട, നമുക്കൊരു റെപ്രസെന്റേഷൻ അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും 1, 2 എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അതിൽ നിന്നുള്ള കണക്ഷനും ഇതിൽ നിന്നുള്ള കണക്ഷനും. സാധാരണ നമ്മൾ ശരിക്കും എക്കണോമിക്കലി ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബാത്റൂമും വെള്ളവും അതുപോലെ ഈ ഡ്രെയിനേജിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ, കണക്ഷൻ എല്ലാം കുറച്ചുകൂടെ മിനിമം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് പൈപ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതെല്ലാം ഒരേ സ്ഥലത്ത് ഏതാണ്ട് എടുക്കും. അതുപോലെ തന്നെ നമ്മൾ
വെള്ളവും ഇവിടെ അല്ലേ ആവശ്യമുണ്ട്. അപ്പൊ പൈപ്പിന്റെ കണക്ഷനും ഡ്രെയിനേജ് പൈപ്പിന്റെ ഇതെല്ലാം കുറയും ഒരുപാട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ബാത്റൂം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കണക്ട് ചെയ്ത് പൈപ്പിന്റെ ഒരു കളിയായിരിക്കും എല്ലായിടത്തും നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഒന്നുകൂടെ പ്ലാൻ ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാത്റൂം ഒക്കെ കുറച്ചുകൂടെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ മുകളിലത്തെ ബാത്റൂം ഇതിന്റെ മുകളിൽ തന്നെ വരുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് അപ്പൊ ഒറ്റ ഒരു ഇതിലങ്ങ് നിൽക്കും. മനസ്സിലായ? അപ്പൊ ഒത്തിരി അങ്ങ് കോംപ്ലിക്കേഷൻ ഒന്നും വരത്തില്ല. അതുപോലെ ഇതൊക്കെ ബ്ലോക്ക് ഒന്നും ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കുറയും. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അതിനടുത്തായിട്ട് നമ്മൾ ആ പിറ്റും കൂടെ ഉണ്ടാക്കി വെച്ചാൽ മതി. അതുപോലെ വാട്ടർ കണക്ഷനും കൊടുക്കുമ്പോൾ കിച്ചൺ അത് നമുക്ക് എവിടെയായാലും കൊടുത്തേ പറ്റും. അത് കഴിഞ്ഞ് ബാത്തിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിനും ശരിക്കും കുറച്ചുകൂടെ എക്കണോമിക്കലായിരിക്കും നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ കേട്ടോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബാത്റൂം 1-2 ബാത്റൂം ഒക്കെ എവിടെയെങ്കിലും കാണിച്ചാൽ മതി. എന്നിട്ട് ഈ ഐഡിയ വരണമെന്നേ ഉള്ളൂ. ഇനി ചോദിച്ചോ. ഫിൽറ്ററിങ്ങിന്റെ ഡയഗ്രാം സെപ്പറേറ്റ് ആണോ? അത് വേണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ആ സൈഡിൽ വേണമെങ്കിൽ വരച്ചിരുന്നാൽ മതി ഫിൽറ്ററിങ്ങിൻ്റെത്. അങ്ങനത്തെ ഒരു പിറ്റ് വേണമെങ്കിലും കാണിക്കാം. അല്ലാതെ ജസ്റ്റ് വെറുതെ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ആ ഒരു പിറ്റ് കാണിച്ചിരുന്നാൽ മതി. ഒരു റെക്ടാങ്കുലർ പിറ്റ് ആ വെല്ലിനടുത്തായിട്ട് എന്ന് വെച്ചാൽ വാട്ടർ റീചാർജിങ് ഉണ്ടാവുന്നു അവിടെ. അതാണ് മെയിൻ ചെയ്യുന്നത്. അത് മതി. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് മാർച്ച് 1 മുതൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ക്ലാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ലാബിനെല്ലാം കോണ്ടാക്ട് ക്ലാസ് കാണും. അപ്പൊ നമ്മുടെ ലാബ് ഇപ്പൊ നമുക്ക് ഏതാണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാം വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് വരെ ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഇന്ന് 6th 1 ആണത്. ഇനി 2-3 എണ്ണം കൂടെ ഉള്ളൂ. അപ്പൊ അതില് ഒരെണ്ണം ലെവലിംഗ് എന്താന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ലെവലിംഗിന്റെ പ്രൊസീജിയർ. അപ്പൊ അത് നിങ്ങളൊന്ന് എഴുതി കൊണ്ടുവരണം വരുമ്പോ. അപ്പൊ നിങ്ങളുടെ റെക്കോർഡെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. കാരണം ഞങ്ങൾക്ക് സിവിൽ ലാബ് ഒരു ദിവസമേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തീർക്കും എന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ ചെയ്തതാണ്. ബാക്കി ഒരെണ്ണം വാട്ടർ ലെവൽ ഒരെണ്ണം ചെയ്യണം. പിന്നെ ബ്രിക്ക് മേസൺറി അത് നിങ്ങൾക്ക് ഇവിടെ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ 2. പിന്നെ ഒരെണ്ണം ഈ ലെവലിംഗിന്റെ ഡെമോൺസ്ട്രേഷൻ മാത്രം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഐ കോണ്ടാക്ട് വരും അതിനകത്ത് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു റിസ്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുക മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ലെവലിംഗിന്റെ പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ ഫൈൻഡ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഞാൻ പഠിപ്പിച്ചതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ അത് വരുന്നതിന് മുമ്പ് അതൊന്ന് ചോദിച്ചാൽ മതി. സോ ഫൈൻഡ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. നിങ്ങൾ എങ്ങനെയാണ് 2 പോയിന്റ്സിന്റെ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കും? യൂസിങ് ഡംബി ലെവൽ ആൻഡ് ലെവലിംഗ് സ്റ്റാഫ്. അപ്പൊ ഞാൻ ഒരു ക്ലാസ്സിലാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓർമ്മിച്ച് ഞാൻ മെറ്റീരിയൽ ഞാൻ അയച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5-6 സെന്റൻസിൽ അത് ഒരു പാരഗ്രാഫായിട്ട് എഴുതി പ്രൊസീജിയർ എഴുതി കൊണ്ടുവന്ന് നിങ്ങൾക്കത് ആ ഫസ്റ്റ് ഡേ വരുന്ന ഡേ തന്നെ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്തിട്ട് പോവാം. റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ട് പോവാം കേട്ടാ. അപ്പൊ എല്ലാം പ്രിപ്പയർഡ് ആയിട്ട് വരണം. ഇപ്പൊ 6 എണ്ണം എഴുതി, ഇന്ന് 6ാമത്തത് നിങ്ങൾ എഴുതി കഴിയും ഞാനിപ്പോ പറഞ്ഞു കഴിയുമ്പോ. ഇൻ കേസ് ആരെങ്കിലും 1-2 എണ്ണം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സമാധാനമായിട്ടിരുന്ന് എഴുതിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി പ്ലിന്ത് ഏരിയയുടെ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? മറ്റേ ക്ലാസ്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താ പ്ലിന്ത് ഏരിയ? അങ്ങനെയാണെങ്കിൽ ഡൗട്ട് വരും. ചെയ്താ? ഓക്കെ, നല്ല കുട്ടികളാണ്. ശരി ശരി, ചെയ്തല്ലോ. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? പ്ലിന്ത് ഏരിയ എന്ന് പറയുമ്പോൾ ബിൽറ്റപ്പ് കവേർഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ക്ലൂഡിങ് പ്ലിന്ത് ഓഫ്സെറ്റ്. ഞാൻ വെറുതെ അതിനകത്തൊരു പ്ലിന്ത് ഓഫ്സെറ്റ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്നും എടുക്കണ്ട, പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ബിൽറ്റപ്പ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ടേക്ക് ദ പ്ലിന്ത് ഓഫ്സെറ്റ് ഓൾസോ. മനസ്സിലായോ? പ്ലിന്ത് ഏരിയ എന്ന് ചോദിക്കുമ്പം എക്സ്ക്ലൂഡിങ് പ്ലിന്ത് ഓഫ്സെറ്റ്. നമ്മൾ അതിനകത്ത് ആ ഡെഫിനിഷൻ ഒക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് അതിനകത്ത് ബിൽഡിംഗ് കോഡിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും ഈ 6 എണ്ണം ഒരു മണിക്കൂർ സമയം എടുത്ത്, അഥവാ എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി തീർക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്റെ പ്രൊസീജിയർ എഴുതി കൊണ്ടുവരണം. ഒരെണ്ണം ഇത്, പിന്നെ അടുത്ത ബ്രിക്ക് മേസൺറി, അത് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞുതരാം. പിന്നെ അടുത്ത ആഴ്ച എനിക്ക് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കോളേജിൽ ലാബ് ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ക്ലാസിന്റെ സമയം മാറും. അപ്പൊ ഞാനത് അറിയിക്കാം.
കേട്ടോ. മൺഡേ ഫസ്റ്റ് അവറോ സെക്കൻഡ് അവറോ അങ്ങോട്ട് നിങ്ങൾക്കുണ്ട്. അപ്പൊ അതെന്തായാലും അന്ന് നടക്കത്തില്ല. ആഴ്ച ഫുള്ള് ലാബ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വൈകുന്നേരം എപ്പോഴെങ്കിലും 5 മണി വരെയും ലാബ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു സമയത്ത് ഞാനിതെല്ലാം പറഞ്ഞുതരാം കേട്ടാ. മെക്കാനിക്സ് ഞാൻ 7 മുതൽ 8 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 8 മുതൽ 8 വരെ അങ്ങനെ വല്ലതും പഠിച്ചാൽ കുഴപ്പമില്ലല്ലോ. ആകെ 2 ദിവസമല്ലേ ഉള്ളൂ. മാം എത്ര മണി രാത്രി 8 മണി മുതൽ 8:30 വരെ പറ്റുമോ? അരമണിക്കൂർ BCE പഠിക്കാം. ഓൺലൈൻ ആയിട്ടാണോ? പിന്നെ എന്തോന്ന് ഓഫ്ലൈന്? അതല്ല, ഞാൻ പറഞ്ഞില്ലേ അടുത്ത ആഴ്ച മൊത്തം രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെ എനിക്ക് ലാബ് ഉണ്ട്. കോളേജിൽ ലാബ് ഇട്ടിട്ടുണ്ട് S3യുടെ. അപ്പൊ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഈ ഓൺലൈൻ ക്ലാസ് ഇല്ല പകല്. ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഇല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ഈ ക്ലാസ് ഉണ്ടല്ലോ അത് രാത്രി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉറങ്ങണോ? അതോ വേറെ വല്ല പരിപാടിയുണ്ടോ? രാവിലെ ക്ലാസ് ഫ്രീ തരുമോ? രാവിലത്തെ ക്ലാസ് ഇല്ലെങ്കിൽ അന്ന് രാത്രി, അത്രേ ഉള്ളൂ. 2 നേരം കൂടെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, അതെനിക്കറിയാം. രാവിലത്തെ ക്ലാസ്സിന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം രാത്രി ഒരു അരമണിക്കൂർ പറഞ്ഞോ എന്തേലും ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോ. അരമണിക്കൂർ. നെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? രാത്രി നെറ്റ് ബാൻഡ്വിഡ്ത്ത് കുറവായിരിക്കും. ആണോ? 2 ക്ലാസ് അല്ലേ, നമുക്കൊന്ന് മാനേജ് ചെയ്യാം, നോക്കാം. ഞാൻ പറയാം. എന്തായാലും മൺഡേ സെക്കൻഡ് അവർ ക്ലാസ് ഇല്ല. മൺഡേ മുതൽ പിന്നെ വ്യാഴാഴ്ചയുള്ള കാര്യം ഞാൻ നോക്കട്ടെ, എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമോ.